സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു സാർഷ് ലൈഫ് എക്സ്പീരിയൻസ്? പയ്യെ ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി പോയ ഒരു വൺ ഡേ ട്രിപ്പാണ്. സാർബ്രൂക്കിൻ്റെ അടുത്ത് മെറ്റ്ലാഹ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. മെറ്റ്ലാഹിലുള്ള സാർഷ് ലൈഫ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ബെൻഡ് ഇൻ ദ സാർ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്കിതിലുള്ള ഒരാൾക്കാരൊക്കെ പരിചയപ്പെടാം. ഇത് മീനുന്റെ നിക്നെയിമാണ്. അതെ, മീൻ എന്ത് ചെയ്യണേ സാർബ്രൂക്കണില്? എന്നിട്ട് പഠിക്കുന്നേ? എത്ര നാളായി ഇപ്പൊ ജർമ്മനി വന്നിട്ട്? 2 വർഷം. സാർഷ് ലൈഫിൽ ഇതുവരെ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് പോയ. ആ ചോദ്യത്തിനോട് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇതാരിക്കണേ? എന്ത് ചെയ്യണം ഇവിടെ? ഞാനും പഠിക്കുന്നു. എന്നിട്ട് പഠിക്കണേ? സൈബർ സെക്യൂരിറ്റി. എത്രാമത്തെ വർഷം? മീര എന്ത് ചെയ്യണേ? എല്ലാരും പഠിക്കാണ്. എന്താ പഠിക്കണേ? വീണ്ടും സൈബർ സെക്യൂരിറ്റി. ഒരു വർഷമായിട്ടുള്ള വന്നിട്ട് അപ്പോഴത്തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങുന്നു തോന്നണോ? സാർഷ് ലൈഫ് വന്നിട്ടാ ആദ്യമായിട്ട്. ഞാനെന്താ ചെയ്യണ ഇവിടെ? നീ എന്തിനാ ഇവിടെ ചെയ്യണ? ജോലി എന്ത് ജോലിയാണ്? ആ, ശരിയാണ്. എപ്പോഴാ വന്നേ ജർമ്മനിയില്? 2018. 6 വർഷമായി. 6 വർഷമായി വന്നിട്ട്. സാർഷ് ലൈഫിൽ പോയിട്ടുണ്ടാ? എങ്ങനെയുണ്ട് സാർഷ് ലൈഫ്? എങ്ങനെയുണ്ട്? താഴെ നല്ല രസല്ലേ? ചത്തോ? ഓക്കെ. ഇവരുടെ കൂടെ പോകാനുള്ള എക്സ്പീരിയൻസിന് വേണ്ടി ഓക്കെ. സാർബ്രൂക്കിന്റെ വൈബ് ഗൈസ് ആണ് ഇതില്. സാർഷ് ലൈഫിൽ എത്താൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇനി മാൻഹൈമിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, RE1. മെറ്റ്ലാഹ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. മെറ്റ്ലാഹ് റെയിൽവേ സ്റ്റേഷനോടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. സാർഷ് ലൈഫിൻ്റെ എൻട്രൻസ് വരെ നിങ്ങൾ എത്തിക്കും. 255 ആണ് ബസ് നമ്പർ. ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, പിന്നെ ഐസ്ക്രീം വിൽക്കുന്ന കടയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരണമെന്നില്ല, ഇവിടെ തന്നെ എല്ലാം കിട്ടും. നമുക്ക് 2 രീതിയിലാണ് സാർഷ് ലൈഫ് കാണാൻ പറ്റുക. ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഇതിലെ പോകാൻ ഫ്രീ ആണ്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് ടവറിൻ്റെ താഴെ നിന്നിട്ട് നമുക്ക് സാർഷ് ലൈഫ് കാണാം. ഇനി വ്യൂ പോയിന്റ് ടവറിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 12.5 യൂറോ ടിക്കറ്റിന് എടുക്കണം നോർമൽ പേഴ്സണ്. ഇനി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ 11.5. €1 കുറച്ചാണ് നമുക്ക് സ്റ്റുഡൻറ് ടിക്കറ്റ് വരാം. ഗൈസ്, ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ശരിക്കും ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് 12.5 യൂറോയാണ്. സ്റ്റുഡൻസിന് ആകെ ഉള്ളത് 11.5 യൂറോയാണ്. അതായത് €1 വ്യത്യാസം വരണേ. മെയിൻ സ്റ്റുഡൻറ് എടുത്തിട്ടില്ല, പക്ഷെ അവള് 11.5 കൊടുക്കുള്ളൂ. €1 മിഠായി വാങ്ങാന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ ഞാൻ പോയി തല്ലുണ്ടാക്കണ വേണ്ടിട്ട് ഞാനാ സംസാരിക്കട്ടെ. ഇവർക്ക് ചിലപ്പോൾ അറിയില്ല, ഇവർ അത് വിറ്റ് വിറ്റെന്ന് പറയുള്ളൂ. ഞങ്ങളുടെ പ്ലാൻ വ്യൂ പോയിന്റ് ടവറിൽ കയറാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു.
ശരിയാവും. ഇത് 21 ആണല്ലോ. അതായത് ഇവിടെ താഴെ കണ്ട ഇവിടെ കണ്ട അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അധികം കാണാൻ പറ്റില്ല അങ്ങനെ. ഇവിടെ ആവുമ്പോ കൃത്യം മൊത്തം കാണാം. എല്ലാം കാണാം. ഇത് കാണാൻ പറ്റില്ല കേട്ടോ. ഇത് ഡ്രോൺ ആണ്. ഇത് കാണാൻ പറ്റില്ല. മീന് വാശി പിടിക്കരുത് ദയവ് ചെയ്ത്. ഇതുണ്ടാ പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ. ഇതുണ്ടോന്ന് പക്ഷെ ഇത് ഞാൻ കണ്ടു. ഇതുണ്ട്. ഇത് നോക്കാം. അപ്പൊ നമുക്ക് റെഡിയാ പോവാം. ഈ വ്യൂ പോയിന്റ് ടവർ വരെ വുഡൻ ബ്രിഡ്ജാണ്. സാധാരണ സ്ഥലത്ത് നിന്ന് സാധാരണ റോഡ് നിന്ന് നമുക്ക് കുറെ കൂടി പൊക്കത്തിലാണ് ഇത്. കാരണം ഇതിങ്ങനെ സ്ലോപ്പാണ്. അതുകൊണ്ട് നമുക്ക് വ്യൂ പോയിന്റ് ടവറിലേക്ക് അവർ നേരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ വുഡൻ ബ്രിഡ്ജ് പണിതാണ്. ഇനി വുഡൻ ബ്രിഡ്ജിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ അഡ്വഞ്ചറുകളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയത്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ചെയ്യാൻ പറ്റിയതൊക്കെ. സിമ്പിളാണ് ഗൈസ്. വെറുതെ ഇതൊക്കെ അഭിനയാണ്. ഇതിനൊക്കെ ഉറപ്പില്ല ദൈവമേ. Simple guys. It's so simple. വീഡിയോ എടുത്തോണ്ടോ? വീഡിയോ എല്ലാം ജാം വളരെ സിമ്പിൾ ആണ്. താങ്ക്സ്. പിന്നെ വ്യൂ പോയിന്റ് ടവറിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്. ആ കാണുന്നതാണ് പാർക്ക്. അതിൽ നമ്മൾ വിചാരിച്ചത് ഫ്രീ ആണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിവൻ ടിക്കറ്റ് എടുത്തു. ഇവൻ 12 രൂപ ടിക്കറ്റ് എടുത്താലും അവിടെ ചെന്നിട്ട് വീണ്ടും വേറെ ടിക്കറ്റ് എടുക്കണം. അതിന് ഏകദേശം 8 യൂറോ ആ പാർക്കിനുള്ളിൽ കയറാൻ. പിന്നെ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ചോദ്യോത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള മൃഗങ്ങളുടെ പറ്റിയുള്ള ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ശരിക്കും ഞങ്ങൾ തല തിരിഞ്ഞാണ് ചെയ്യണേ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സൈൻ ബോർഡ് വായിക്കാൻ മറന്നുപോയി. ആക്ച്വലി ശ്രദ്ധിച്ചില്ല. അതുണ്ടായത് വായിക്കാൻ മറന്നുപോയതല്ല, ശ്രദ്ധിച്ചില്ല നമ്മൾ. ഇത് ശരിക്കും പറഞ്ഞാൽ താഴെ നിന്നാണ് മേലേക്ക് കയറി വരണ്ടേ. നമ്മൾ ആദ്യം മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ഒരാൾ കൂടി പോയിന്റ് ഉള്ളിൽ കൂടെ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ പോട്ടെ. എടാ ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോകാനുള്ളതല്ല, ഇങ്ങോട്ട് വരാനല്ല. എങ്ങനെയുണ്ട് കേറാൻ? താഴേക്ക് നോക്കരുത്. നടത്തി ഗൈസ്, നടത്തി. സോ ആ കാണുന്നതാണ് വ്യൂ പോയിന്റ് ടവർ. ഏകദേശം ഒരു 5-6 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ട് അതിന്. വ്യൂ പോയിന്റ് ടവറിൻ്റെ അടുത്തേക്ക് എത്തുന്നതോറും ഈ വുഡൻ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കൂടി ശരിക്കും. അതായത് ആ സ്ഥലം എത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കര താഴ്ചയായിട്ട് തോന്നും. അപ്പോൾ ഹൈറ്റ് പേടിയുള്ളവരൊക്കെ സൂക്ഷിക്കുക. സോ ഇത് കാണാനാണ് നമ്മളിവിടെ ഒരു വന്നത്. ഇതാണ് സാർഷ് ലൈഫ്. ഈ ഒരു വളവിനെയാണ്, ഈ ഒരു ബെൻഡ് അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഇതുപോലെ തന്നെ ഒരു സംഭവം ഓർമ്മ വരും. ഗ്രാൻഡ് കാനിയൻ പോലെയൊക്കെ തന്നെയാണ് ഇത്. അത്ര വലിയ സംഭവമല്ല, എന്നാലും ഏകദേശം ആ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അവിടെ താഴെ അതുപോലെ നിങ്ങൾക്ക് നിന്ന് സാർഷ് ലൈഫ് കാണാം. പിന്നെ ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചു, ഇതെല്ലാം ഡയറക്ഷനിലുണ്ട്. അതായത് ഏതൊക്കെ ഡയറക്ഷനിൽ ഏതൊക്കെ സിറ്റികളുണ്ടോ അതൊക്കെയാണ് അവിടെ എഴുതി വെച്ചാണ്. ഇത്ര കിലോമീറ്റർ ദൂരെയാണ് ഈ സിറ്റികൾ എന്നൊക്കെയാണ് കാണിച്ചത് ഇതിൽ. പ്ലസ് ഇവിടെ ഒരു ടെലിസ്കോപ്പ് പോലത്തെ സംഭവം ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. പക്ഷെ അതിന് ഒരു €1 ഫീസ് ഉണ്ട്. കോയിനിട്ട് കൊടുക്കണം, എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓരോ സ്ഥലങ്ങൾ എവിടെയാണ് ഇങ്ങനെ നോക്കുമ്പോ ഏതൊക്കെ സ്ഥലം വരണേ അങ്ങനെയൊക്കെ.
നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു സാർഷ് ലൈഫ് എക്സ്പീരിയൻസ്? പയ്യെ പയ്യെ കണ്ണി തുടച്ചിട്ട് പറ. പാർക്കിൽ ഞങ്ങൾ കയറിയില്ല, കാരണം $80 കൊടുക്കണം എന്ന് പറഞ്ഞ പാർക്കിൽ കയറിയില്ല. പക്ഷെ അടുത്ത് തന്നെ വേറൊരു ചെറിയൊരു പാർക്കുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത്. ആദ്യം കൈ പൊക്കണം, അവർക്കാണ് ആദ്യം ഉത്തരം പറയാനുള്ളത്. അവർ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആൾക്ക് പറയാം. അങ്ങനെ ജർമ്മനിക്ക് എത്ര നെയ്ബറിങ് കൺട്രീസ് ഉണ്ട്? നിനക്ക് ഇനി വേണ്ട, ഇവിടെ കൈ പൊക്കി. 4 തെറ്റി. അതില് തെറ്റി. മതി മതി, കൈ വെക്ക്. ശരിയാ, 9 ആണ് ഉത്തരം. ഓക്കെ. നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ്, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ചെക്ക്, പോളണ്ട്. എന്നിട്ടാണ് മറന്നത് നിങ്ങളൊക്കെ. കുറച്ചേരം ഇരുന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം വീണ്ടും പാർക്കിലേക്ക് കയറി എല്ലാവരും. ഇത് പൊട്ടോ, ഇത് പൊട്ടോ, സുഖല്ലേ? എന്താണ് അത്? ഞാൻ ആട്ടിയതാ. ഓക്കെ, പോരട്ടെ പോരട്ടെ. ശരി, അന്ന് നീ ഇറങ്ങിയിട്ട് ഇതിൽ ഇങ്ങോട്ട് വാ, ചാടിക്കോ. എന്ത് എന്റെ പൊന്നെ, അതെവിടെ എന്റെ മോനെ. ഞങ്ങൾ തിരിച്ച് പോകാനുള്ള സമയപ്പോഴാണ് വെയിൽ വരണേ. ശരിക്കും പറഞ്ഞാൽ വെയിലുള്ളപ്പോഴാണ് വരണ്ടേ, അപ്പോഴാണ് നല്ല ഭംഗി കാണാൻ. അപ്പം അടുത്തവണ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വെതറൊക്കെ നോക്കിയിട്ട് വരാം. സോ സാബ്രൂക്കിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ മെറ്റ്ലാഹ് പാനോഫിലേക്ക് പോവാണ്. ആളറിഞ്ഞില്ലെന്ന് വീഡിയോ ഞാൻ നിൽക്കുന്ന ആൾ കണ്ടുന്നിട്ട് ഞാനിങ്ങനെ വളരെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതന്നെ ഐസിയുടെ ഫുൾ ഫോം വെച്ചപ്പോ പറഞ്ഞ ഇന്റർസിറ്റി എഞ്ചിൻ. വളരെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്റെ ദൈവം, അടുത്ത ലോജിക്ക്. ദൈവമേ, ഇത് കുറച്ച് സബ്സ്ക്രൈബ് കൂടാനുള്ള വഴി ഉണ്ട് ഈശ്വര. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകണം കേട്ടോ. നിങ്ങളുടെ കുറച്ച് ലോജിക്കുള്ള കാര്യം കേൾക്കണമെങ്കിൽ. അതന്നെ. സോ ഗൈസ്, ഞങ്ങളിപ്പോ ഒരു ഫുഡ് റെസ്റ്റോറന്റ് അന്വേഷിച്ച് ഇറക്കാണ്. ശനിയാഴ്ച പുറത്തിറങ്ങിയിട്ട് എല്ലാം അതന്നെ ഫുൾ ആൾക്കാരാണ്. നമ്മള് പല റെസ്റ്റോറൻറ്റ് വിളിച്ചു ചോദിച്ചു, എല്ലായിടത്തും ബുക്ക്ഡാണ്. ഇനിയുള്ളതൊക്കെ കുറച്ച് ചൈനക്കാരുടെ എന്തൊക്കെയുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ശനിയാഴ്ച ആയിരിക്കും പക്ഷെ ബുക്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാ, വിളിച്ചു പറയാ അല്ലേ? അങ്ങനെ നമ്മളിപ്പോ എവിടേക്ക് പോണേ? പുതിയ ആള് വന്നിട്ടുണ്ട്, പുതിയ ആള് ജോലി കഴിഞ്ഞ് എത്തിക്കാണ്. ഞങ്ങളങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഭക്ഷണം കഴിക്കാൻ. ഇതേത് സ്ഥലം? കംബോഡിഷ് എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്ത്? കംബോഡിയ. ICE ഇന്റർനാഷണൽ സർട്ടിഫൈഡ്. ഈ ഞാൻ വേണേ പറഞ്ഞുതരാം, ഇഞ്ചി. ഞാൻ പറയാം. അതിൽ ചോദ്യം ഇതാണ്, ട്രെയിനില്ലേ, ജർമ്മനിലെ ട്രെയിനില്ലേ ICE, അതിന്റെ ഫുൾ ഫോം
എഞ്ചിൻ തെറ്റാ, എഞ്ചിൻ വെറുതെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് എഞ്ചിനാണ്. ശരി, അങ്ങനെ പറയാലോ. ആ ശരിയാണ്. അതല്ല, ഓക്കെ. ഇന്റർസിറ്റി. ഓ ഓക്കെ, ഇന്റർസിറ്റി. ഇന്റർസിറ്റി എക്സ്പ്രസ്. അങ്ങനെ നല്ല രസമായിട്ട് നമ്മുടെ വൺ ഡേ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.